പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നെഗറ്റീവ് അറിയണമല്ലോ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ടത്തിനും കായലിനും നടുക്കാണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം പലപ്പോഴും ഈ വെള്ളത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ചില സാഹചര്യത്തിൽ വെള്ളത്തിന് കട്ടി കൂടുതൽ, കളർ ചേഞ്ച്, പിന്നെ കലങ്ങിയ വെള്ളമൊക്കെ കിട്ടുന്ന പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ നിങ്ങൾക്ക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കാണുക. ഇപ്പം നമ്മൾ പറഞ്ഞ പല പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമുള്ള കിണറാണിത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളർ ആയിട്ടുള്ള വാട്ടറാണ് ഈ കിണറ്റിലുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണ്. വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ശേഷം എങ്ങനെയാണ് ഈ വെള്ളം മാറുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ ഈ കിണറ്റിലെ വെള്ളം എടുത്ത് കാണിച്ചു തരാം. ഈ ഗ്ലാസ്സിലെ വെള്ളം കണ്ടോ, ഇത് ഞാൻ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം ബക്കറ്റിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണ്. ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് നോക്കി, ഇത് വൈറ്റ് കളറാണ്. ഈ വെള്ളത്തെയാണ് നമ്മൾ ഈ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെ പ്രോസസ്സിങ് ആണ് ഇതിലുള്ളതെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്നുള്ള കാര്യം നമ്മുടെ കിരണ് പറഞ്ഞു തരും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വെള്ളം നമ്മളൊരു സിമ്പിൾ ഫിൽട്ടർ കൊണ്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. മീൻസ് ബേസിക്കലി നമുക്കത് വെള്ളം ഫിൽട്ടറബിൾ അല്ല എന്ന് പറയാം. അപ്പോൾ അതിൽ നമ്മൾ വെള്ളത്തിന് ഒരു കെമിക്കൽ പ്രീ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ള കേസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ വെള്ളം വൈറ്റിഷ് കളറാണ്. അപ്പോൾ ആ വൈറ്റിഷ് കളർ വരുന്നത് അയൺ ബാക്ടീരിയ അയണിനെ കൺസ്യൂം ചെയ്തിട്ട് ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ആ ബൈ പ്രോഡക്റ്റ് ആണ് ഈ വൈറ്റ് കളർ പോലെ കാണുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് സെറ്റപ്പ് ആണ്. ഈ വാട്ടർ ട്രീറ്റ്മെന്റ് സെറ്റപ്പിൽ നമ്മളുടെ കിണറ്റിലെ വെള്ളം നമ്മൾ ആദ്യം ഒരു ടാങ്കിലോട്ട് മാറ്റി അവിടെ ഒരു പ്രീ ട്രീറ്റ്മെന്റിന് വേണ്ടി കുറച്ച് ക്ലോറിൻ ആൻഡ് ആലം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാങ്ക്. അതിന്റെ ആ കെമിക്കൽ കോമ്പോസിഷൻ ഒരു ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസ് വന്നു കഴിഞ്ഞിട്ട് നമുക്കത് ഫിൽട്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹോൾ സെറ്റപ്പിനാണ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. വേറെ വി ഇൻവോൾവ് കെമിക്കൽ ട്രീറ്റ്മെന്റ് to aid for a water filtration system. ഓക്കെ, അപ്പോൾ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെങ്കിൽ ഇവിടെ ഈ ഒരു കേസിൽ നിങ്ങൾ ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് രീതിയുണ്ട്. ഇത് തന്നെയാണോ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്? അതായത് ഇപ്പം ചില കേസിൽ വെള്ളം കലങ്ങി വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്ലോറിന്റെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടാകും. അപ്പോൾ അവിടെ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെയാണോ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഓരോ ക്ലയൻസ് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ പലർക്കും പല പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് അവരുടെ പ്രശ്നം എന്താ എന്ന് ചോദിച്ച് മനസ്സിലാക്കി പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അവരോട് ഒരു വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ട് എടുക്കാനാണ്. നമ്മുടെ ഈ വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ട് എടുക്കുമ്പോൾ അതിൽ പല പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ആ പാരാമീറ്റേഴ്സ് കാണുമ്പോൾ നമുക്ക് വെള്ളത്തിൽ എന്താണ് പ്രശ്നം ഉള്ളതെന്ന് മനസ്സിലാവും. ആ വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ടിന്റെ പ്രകാരം നമുക്ക് ഏത് സിസ്റ്റം വേണം, അതൊരു ബേസിക് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം ആകാം, അല്ലെങ്കിൽ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് സെറ്റപ്പ് ആകാം. അപ്പൊ ഇതിൽ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വെള്ളത്തിന്റെ പ്രശ്നത്തിന്റെ അനുസരിച്ചുള്ള ഒരു വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കംപ്ലൈന്റ് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും, അതിനുശേഷമേ ട്രീറ്റ്മെന്റ് ചെയ്യത്തുള്ളൂ. അതായത് ആരും വിളിച്ച് പറയുവാണ് കലങ്ങി വെള്ളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിസ്റ്റം കൊണ്ട് അവിടെ അങ്ങ് വെക്കുകയല്ല, അതിന് മുമ്പായിട്ട് എന്താണ് പ്രശ്നമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം. വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, കളർ ചേഞ്ചോ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമോ ക്ലോറിന്റെ സാന്നിധ്യമോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം ഒരു വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ എനിക്ക് വീട്ടിൽ കലക്കവെള്ളമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. പലരും ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തെന്ന് വരാം, കാരണം ഇങ്ങനെ ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുക? ഈ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം എന്ന് എന്നോട് പറയുകയാണോ, അതോ നിങ്ങൾ തന്നെ വീട്ടിൽ വന്ന് ഈ ഒരു കാര്യം ചെയ്തു തരുമോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ്? നമ്മൾ രണ്ട് രീതി ചെയ്യാറുണ്ട്. ഒരെണ്ണം നമ്മൾ ക്ലയന്റിനോട് പറയും, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കേരള വാട്ടർ അതോറിറ്റി എന്ന് ഒരു വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ട് എടുത്ത് തരാൻ പറയും. അത് അവർക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ടെക്നീഷ്യനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവരുടെ സൈറ്റിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് തന്നെ ചെയ്തു കൊടുക്കും. നമ്മൾ വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ട് എടുത്തിരും. അതിന്റെ പ്രകാരമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെ
എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ കേസിൽ നമ്മൾ കിണറ്റിലെ വെള്ളം താഴെ ഒരു പ്രീ ട്രീറ്റ്മെന്റ് ടാങ്കിലോട്ട് മാറ്റി ഇതിലേക്ക് അല്ലേ, ഫസ്റ്റ് ടാങ്ക് ഇതിലേക്ക് മാറ്റി അത് നമ്മുടെ കിണറ്റിനകത്തൊരു മോട്ടർ ഉണ്ട്. ആ മോട്ടർ ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ടാങ്കിലോട്ട് മാറ്റി അവിടെ കെമിക്കൽ പ്രീ ട്രീറ്റ്മെന്റ് ചെയ്ത് മീൻസ് യൂസിങ് ക്ലോറിൻ ആൻഡ് ആലം ചെയ്തിട്ട് നമ്മളൊരു 2 to 3 hours ടൈം കൊടുത്തതിന് ശേഷം നമ്മുടെ സെക്കൻഡറി പമ്പ് ഉപയോഗിച്ച് നമ്മുടെ വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റത്തിനകത്തൂടെ കയറ്റി ഓരോ ടാങ്കിലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാട്ടർ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഇവിടെയാണ് നടക്കുന്നത്. അതിന് ശേഷമാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഫിൽട്രേഷൻ ഉള്ള ഒരു സെറ്റപ്പ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് വാട്ടർ ഫിൽട്രേഷൻ നടക്കുന്നത്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന്? ഇത് ബേസിക്കലി ഒരു 3 സ്റ്റേജ് ഫിൽട്ടർ എന്ന് പറയും. ഇതിൽ നമ്മുടെ ഫസ്റ്റ് ഫിൽട്ടർ ഒരു മൾട്ടിമീഡിയ ആന്ത്രസൈഡ് ബേസ്ഡ് അല്ലെങ്കിൽ ക്വാർട്സ് ആൻഡ് ഫിൽട്ടർ എന്ന് പറയും. അപ്പൊ അത് ആന്ത്രസൈഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുന്ന ഒരു ടൈപ്പ് ഫിൽട്ടർ ആണ് ഫസ്റ്റ് ഫിൽട്ടർ. നമ്മുടെ സെക്കൻഡ് ഫിൽട്ടർ ഒരു ആക്ടിവേറ്റഡ് കാർബൺ ഫിൽട്ടർ ആണ്. നമ്മുടെ മൂന്നാമത്തെ ഫിൽട്ടർ ഒരു 5 മൈക്രോണിന്റെ ഒരു കാറ്റേജ് ഫിൽട്ടർ ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലെ കലക്കൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോറിൻ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള അയൺ കണ്ടന്റും റിമൂവ് ചെയ്യുന്ന ഒരു അവിടുത്തെ കെമിക്കൽസ് മൊത്തം ഇവിടെ റിമൂവ് ചെയ്യും. ഇനി ഫിൽറ്ററിന്റെ അടുത്തായിട്ട് ഇവിടെ മറ്റൊരു സാധനം ഇരിക്കുന്നത്. ഇതെന്താണ് സംഭവം? എന്താണ് പ്രോസസ്സിംഗ് നടക്കുന്നത്? അത് ഒരു ഫൈനൽ സ്റ്റേജ് സേഫ്റ്റി ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു 5 മൈക്രോണിന്റെ കാട്രിഡ്ജ് ഫിൽട്ടർ എന്ന് പറയും. മീൻസ് നമ്മുടെ മെയിൻ ഫിൽട്രേഷന്റെ കലക്കൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വരുന്ന ഫൈനർ പാർട്ടിക്കിൾസിനെ ഒരു 5 മൈക്രോൺസ് വരെ പിടിക്കാനുള്ള ഒരു ഫൈനൽ ഫിൽട്രേഷൻ. ഇവിടെ പിടിക്കാത്ത കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഫിൽട്ടർ. അപ്പൊ ഇത്രയും പ്രോസസ്സിംഗിലൂടെ വാട്ടർ കടന്ന് ഫിൽട്ടർ ആവും. ഫിൽട്ടർ ആയതിനു ശേഷം ഈ വാട്ടർ നേരെ നമ്മുടെ പെരയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ടാങ്കിലേക്കാണ് പോകുന്നത്. അതായത് ഫിൽറ്റേർഡ് വാട്ടർ ആണ് ടാങ്കിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ നമുക്ക് പെരയിലെ എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടപ്പം കുറച്ച് ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും ഉണ്ട്. അതായത് നമ്മൾ ശുദ്ധജലമാണെന്ന് പറഞ്ഞ് നമ്മുടെ കിണറ്റിൽ നിന്ന് കോരി കുടിക്കുന്ന വെള്ളം പോലും ചിലപ്പം നമുക്ക് പണി തരുന്നുണ്ടായിരിക്കും, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക, ആ വെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളൂ. പരിശോധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് ഏത് രീതിയിലുള്ളതാണ് വെക്കേണ്ടതെന്ന് അവർ അഡ്വൈസ് ചെയ്യും. നിങ്ങൾക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്ത് ഫിൽറ്റേർഡ് ആയിട്ടുള്ള വാട്ടർ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അനന്തുവിന്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് അനന്തുവിനോട് തന്നെ ചോദിക്കാം, ഇത് എന്തായിരുന്നു പ്രശ്നം? നിങ്ങൾ ആദ്യം ഇങ്ങനൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യം എന്താണ്? ആദ്യമേ നമുക്ക് വെള്ളത്തിൽ കുറച്ച് കളർ വ്യത്യാസം, പിന്നെ ടേസ്റ്റിലൊക്കെ ചെറിയൊരു വ്യത്യാസം പോലെ തോന്നിയിരുന്നു. പിന്നെ നമ്മൾ ഏതായാലും വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയം കൂടെ ആയിരുന്നു. അപ്പം നമ്മൾ അതിന് മുമ്പേ ടെസ്റ്റ് ചെയ്തിരുന്നു. വെള്ളം നല്ല ചൂടുള്ള സമയത്താണെങ്കിലും ടെസ്റ്റ് ചെയ്തിരുന്നു. കാരണം നമ്മൾ ഇതും ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതുകൊണ്ട്. അപ്പോൾ അതിൽ ടെസ്റ്റ് ചെയ്തതിനകത്ത് ബാക്ടീരിയ കണ്ടന്റ്, അപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ടോട്ടൽ സോളിഡ്സ് അതൊക്കെ ഇതിനകത്ത് കണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ മഴയുള്ള സമയത്ത് ടെസ്റ്റ് നോക്കി. കാരണം വെയിലുള്ള സമയത്ത് ആയതുകൊണ്ട് ചിലപ്പോൾ വെള്ളത്തിന്റെ പെരുമാറ്റം വേറെ ആയിരിക്കും. മഴയുള്ള സമയത്തും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കോളി ബാക്ടീരിയ ഇപ്പോഴും അതിനകത്ത് പ്രസന്റ് ഉണ്ടെന്ന് കണ്ടു. അപ്പൊ എന്തായാലും ഒരു ഫിൽട്ടർ നല്ലാതൊരു സൊല്യൂഷൻ നമുക്ക് വേറെ കിട്ടാനില്ല. കാരണം വേറെ നമ്മളിപ്പോൾ കിണറ്റിൽ എന്ത് ആഡ് ചെയ്താലും നമുക്ക് ദിവസം കിണറ്റിനുള്ളിലുള്ള വെള്ളം വരുന്നതിന്റെ അളവ് എങ്ങനെയായിരിക്കും, പോകുന്ന അളവ് അറിയത്തില്ല, നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കൊരു ഫിൽറ്ററിന്റെ ആവശ്യം എന്തായാലും വേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ കുറെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ റീജിയനിലായതുകൊണ്ട് ഈ റീജിയനിൽ അടുത്തുള്ള കുറെ പേരൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ടെക്നിക്കലി ഫീസിബിൾ അല്ലെങ്കിൽ എന്താ ടെക്നിക്കലി കൺവിൻസിങ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി കൺവിൻസിങ് ആയിട്ട് തോന്നിയത് ട്രൂ നെക്ടർ വഴിയാണ്. കാരണം വേറെ പലരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ആദ്യമേ അവരുടെ സ്കീം പറയും, ഇതാണ് ടോട്ടൽ എമൗണ്ട് എന്നൊക്കെ പറയുന്നല്ലാണ്ട് ഇത് ടെക്നിക്കലായിട്ട് വന്ന് സൈറ്റിൽ വന്ന് പരിശോധിച്ച് അതിന്റെ കാരണം എന്താകാം എന്ന് വെച്ചാൽ അതിന്റെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ഇത് ചെയ്താൽ എന്ന് വെച്ചാൽ ഇതൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല പറയാം, ഇത് ചെയ്താൽ ഇതും ഉണ്ടാകാം, ചിലപ്പോൾ ഇതും ഉണ്ടാകാം. രണ്ട് രീതിയിലും പറഞ്ഞു തരും. അത് അത്യാവശ്യമാണ്. കാരണം പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നെഗറ്റീവ് അറിയണമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ടെക്നിക്കലി കൺവിൻസിംഗ് ആയി തോന്നിയുണ്ട് ട്രൂ നെക്ടറിനെ തന്നെ കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ നമ്മൾ ജൂലൈ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്, കമ്മീഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ചെയ്തതിൽ ആദ്യത്തെ ആ ഒരു ഇഷ്യൂ നമുക്കിപ്പോൾ മാറി കിട്ടി. ഇപ്പൊ നമുക്ക് പ്യൂറായിട്ടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റാത്തൊരു സാധനമാണ് വെള്ളം. നമുക്ക് തീർച്ചയായിട്ടും ദിവസം ഡെയിലി ലൈഫിൽ വേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിലെന്തായാലും റിസ്ക് എടുക്കാനോ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തയ്യാറില്ല. സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റുകളിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.